പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിമാരെ, ഒരു നിബന്ധനയും ശ്രദ്ധിക്കാനില്ല. നിങ്ങൾക്ക് ഒളു എടുക്കണമെന്ന് നിബന്ധനയില്ല, ഖിബിലക്ക് തിരിയണമെന്ന് നിബന്ധനയില്ല, ഔറത്ത് മറച്ചിരിക്കണമെന്ന് നിബന്ധനയില്ല, തല മറച്ചിരിക്കണമെന്ന് നിബന്ധനയില്ല. സ്വന്തം വീട്ടിൽ പോയിരുന്ന് ഉമ്മയുടെ അടുത്ത് ബാപ്പയോട് ചേർന്ന് അപ്പുറത്തിരുന്ന് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തു സംസാരിച്ചാലാണോ എൻ്റെ വാപ്പയ്ക്ക് ഇഷ്ടമാവുക, എന്ത് സംസാരിച്ചാലാണോ എൻ്റെ ഉമ്മക്ക് സന്തോഷമാവുക, ആ ഒരു വിഷയം എനിക്കതിൽ മറ്റൊരു താല്പര്യവുമില്ല. ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് എൻ്റെ ദുന്യവിയായ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഞാൻ ഉമ്മയുമായി കമ്പനി ആകുന്നതല്ല ഈ പറയുന്നത്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. എനിക്ക് ഉമ്മയുമായി ഇപ്പോൾ സംസാരിക്കുന്നതിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താണ്? പടച്ചവനെ, എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള അറിവില്ല, അതിനുള്ള ആരോഗ്യമില്ല, ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് പോലും സ്വീകരിക്കപ്പെടുമോ എനിക്കറിയില്ല. എന്നാൽ എനിക്ക് വളരെ ഉറപ്പുള്ള ഇബാദത്താണ് എൻ്റെ ഉമ്മയെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, എൻ്റെ വാപ്പയെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. അത് വല്ലാത്ത പ്രതിഫലമുള്ള ഇബാദത്താണ്. അതുകൊണ്ട് പടച്ചവനെ, ഞാനിതാ എൻ്റെ ഉമ്മയോട്, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട കാര്യം, സ്ത്രീകളാകുമ്പോൾ ചിലപ്പോൾ അവരുടെ വീട്ടുകാര്യങ്ങളായിരിക്കും, ഭക്ഷണ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വീട് നന്നാക്കുന്ന കാര്യങ്ങളായിരിക്കും, അവരുടെ കുടുംബത്തിൽ കല്യാണമുണ്ടാകുന്ന സംഗതികളായിരിക്കും. എന്താണോ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മാറ്റർ. ഒരുപക്ഷെ നമുക്ക് തോന്നും, ഞാൻ ഈ പറഞ്ഞിട്ടൊരു കാര്യം എനിക്കില്ലല്ലോ, ഞാൻ വെറുതെ സമയം കളയാണല്ലോ. അല്ല, ഞാൻ വെറുതെ സമയം കളയുകയല്ല, ഞാൻ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്ത് ചെയ്യുകയാണ്. എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം, ആ വിഷയം എൻ്റെ വീട് നന്നാക്കലാവാം, അല്ലെങ്കിൽ ഉമ്മയുടെ മകളുടെ കാര്യം സംസാരിക്കലാവാം, അളിയൻ്റെ കാര്യം സംസാരിക്കലാവാം, അല്ലെങ്കിൽ വീട്ടുജോലികളെ കുറിച്ചാവാം, നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെ കുറിച്ചാവാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് ഏറ്റവും കടുപ്പമുള്ള ഗൗരവമുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ തിരഞ്ഞെടുത്തവരോട് സംസാരിക്കണം. അതേസമയത്ത് വാപ്പയുടെ മുന്നിലെത്തുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത് മഹല്ല് വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ പൊതുകാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വാപ്പാക്ക് താല്പര്യമുള്ളത് വേറെ ഏതോ ഹറാമല്ലാത്ത ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ ആവാം. അത് സെലക്ട് ചെയ്ത് അത് മണത്തറിഞ്ഞ് വാപ്പയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്, എത്രമാത്രം വലുതാണ്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, മറ്റൊരഭിപ്രായത്തിൽ ഈസാ അലൈഹിസ്സലാം, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ. ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്താം. പ്രവാചകന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറയുന്നു, നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അത്ഭുതം കാണേണ്ടതില്ലേ, നിങ്ങൾ പുറപ്പെട്ടോളൂ കടൽ തീരത്തേക്ക്. ആ പ്രവാചകർ മെല്ലെ പുറപ്പെടുകയാണ്. നേരെ ചെന്നു ശുദ്ധമായ കടലിൻ്റെ അടുത്തെത്തി. വലതുഭാഗത്ത് നോക്കി ഒന്നും കാണാനില്ല, ഇടതുഭാഗത്തേക്ക് നോക്കി ഒന്നും കാണാനില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി, ഇനി അല്ലാഹുവിൻ്റെ അത്ഭുതമെന്ന് റബ്ബ് പരിചയപ്പെടുത്തിയത് തീർച്ചയായും കടലിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. അന്നമാൻപ്പെട്ട പ്രവാചകൻ അതാ തൻ്റെ സേവകരായി വന്നിരിൽപ്പെട്ട ഒരു ഇഫ്രീത്തിനെ വിളിക്കുന്നു. ആ ഇഫ്രീത്തിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോയി കടലിൻ്റെ ആഴിയിൽ നിന്ന് ആ അത്ഭുതം വല്ലതുമുണ്ടോ നോക്കിയിട്ട് വരണം. ഇഫ്രീത്തിനെ വഴിപ്പെടുത്തപ്പെട്ട ആളുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇഫ്രീത്ത് അനുസരിക്കുന്നു, നേരെ താഴെ പോവുകയാണ്. പോയിട്ടോ ധാരാളം ആഴങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണാനില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ കുറച്ചുകൂടി കടുപ്പുള്ള ടോപ്പ് നേതാവിന് പറഞ്ഞയച്ചു. അദ്ദേഹം നേരത്തെ പോയ ആളേക്കാൾ 3 ഇരട്ടി ആഴത്തിലേക്ക് ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണാനില്ല. ആ സമയത്ത് ഇൽമുള്ള ഒരാൾ അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് വിവരമുള്ള ഒരാൾ, ബഹുമാനപ്പെട്ട അസ്വന് ബഖീ റളിയല്ലാഹു അൻഹു ആണ് എന്ന അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ സമാനമായ ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് വിവരമുള്ള ആൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവാം. അദ്ദേഹം താഴേക്ക് പോയി. നേരത്തെ പോയ 2 ഇഫ്രീത്തിന്റെ നേതാക്കളും പോയതിന് എത്രയോ താഴെ പോയി. അവിടുന്ന് ഒരു നല്ല കൊട്ടാരവുമായി വരികയാണ്. ആ കൊട്ടാരം കൽപ്പൂരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് 4 വാതിലുകളുണ്ട്.
ആ വാതിലുകൾ സ്വർണത്തിൻ്റെതാണ്. ആ വാതിലുകൾ മലക്കയെ തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷേ ഒരിറ്റ് വെള്ളം അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നില്ല. നേരെ കൊണ്ടുവന്ന ആ കൊട്ടാരം മുകളിലങ്ങ് വെച്ചു. സുബ്ഹാനല്ലാഹ്. കൊട്ടാരം മുകളിൽ വെക്കുമ്പോൾ അത്ഭുതം ഇങ്ങനെ കണ്ട് വല്ലാത്ത അത്ഭുതത്തോടെ നിൽക്കുക. അപ്പോഴാണ് അകത്തേക്കൊന്ന് കയറിയത്. നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു. ഈ പ്രവാചകർ ചോദിച്ചു, അല്ല നീ ഏതാണ് മോനെ? എങ്ങനെയാണ് ഇതിനകത്ത് നീ എന്തിച്ചേർന്നത്? നീ ഒരു മനുഷ്യൻ തന്നെയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഇതിനകത്ത് വന്നു ചേർന്നത്? എനിക്കൊരു പ്രിയപ്പെട്ട ഉപ്പയുണ്ടായിരുന്നു. ആ ഉപ്പാക്ക് 29 കൊല്ലം ഞാൻ ഖിദ്മ ചെയ്തു. എങ്ങനെയാണ് ഖിദ്മ ചെയ്യുന്നറിയുമോ? ഞാൻ എൻ്റെ ഉപ്പ കിടന്ന കിടപ്പിലാണ് മൂത്രമൊഴിക്കുക, ആ കിടപ്പിലാണ് കാട്ടിക്കുക. ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഞാൻ നാവിലേക്ക് വെച്ചു കൊടുക്കണം. അനങ്ങാൻ കഴിയാതെ തളർവാദം പിടിപെട്ട എൻ്റെ വാപ്പ കട്ടിലിൽ കിടന്നുകൊണ്ട് 29 വർഷം ജീവിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഒരറപ്പും കൂടാതെ ഞാൻ എൻ്റെ ഉപ്പയെ ഖിദ്മ ചെയ്തു. എൻ്റെ ഉപ്പയെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. അവസാനം എൻ്റെ ഉപ്പ മരണപ്പെടുമ്പോൾ ദുആ ചെയ്യുന്നു, റബ്ബേ എൻ്റെ ഈ മകനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു റബ്ബേ, അതുകൊണ്ട് എൻ്റെ മകന് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ഇത് പറഞ്ഞാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടത്. ആ വാപ്പയെ മറവ് ചെയ്തു ഞാൻ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ വീട്ടിലതാ ഉമ്മ അതേപോലെ രോഗിയായി കിടക്കുകയാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. അങ്ങനെ രോഗിയായി കിടക്കുന്ന ഉമ്മയെയും അതുപോലെ ദീർഘകാലം ഞാൻ പരിചരിച്ചു. അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എൻ്റെ ഈ പ്രിയപ്പെട്ട മകനെ കുറിച്ച് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലാ. എൻ്റെ ഈ കുട്ടിക്ക് പിശാചിൻ്റെ സ്വാധീനമില്ലാത്തൊരിടത്ത് പോയി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. ഈ ദുആയും കഴിഞ്ഞ് ഞാനതാ ഉമ്മയെയും മറവ് ചെയ്ത് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ ഉപ്പായുടെ ജീവിതം ശ്രദ്ധിച്ചപ്പോൾ, ഉമ്മയുടെ ജീവിതം ശ്രദ്ധിച്ചപ്പോൾ വിവാഹം ചെയ്യാൻ മറന്നുപോയിരുന്നു. കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. കാരണം ഞാൻ ഫുൾ ടൈം എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി എൻഗേജാണ്. ആ രൂപത്തിൽ ജീവിച്ച ഞാൻ ആലോചിക്കുകയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത്? എനിക്കാരുമില്ലല്ലോ, കുടുംബമില്ലല്ലോ, ആകെ ഉണ്ടായിരുന്ന മാതാപിതാക്കളും അസ്തമിച്ചല്ലോ. ഈ വേദനയോടുകൂടി ഞാൻ ഇരിക്കുമ്പോൾ ടെൻഷൻ തീരാൻ വേണ്ടി കടപ്പുറത്തേക്ക് വന്നതാ. അപ്പോഴുണ്ട് ഈ സുന്ദരമായൊരു കൊട്ടാരം ഇവിടെ നിൽക്കുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ ഞാൻ കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ കൊട്ടാരം താഴേക്ക് താഴേക്ക് താഴ്ന്നു പോയി. കാലങ്ങളായി ഞാൻ ഇവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേൾക്കുന്ന സമയത്ത് ആ മഹാനായ പ്രവാചകർ ചോദിക്കുന്നു, മോനെ നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാറുണ്ടോ? വിശപ്പിന് പരിഹാരം കാണുന്നത് എങ്ങനെയാണ്? അവിടെ നിന്ന് പറയുന്നു, എല്ലാ ദിവസവും ഒരു പച്ച നിറത്തിലുള്ള പക്ഷി എന്നെ തേടി വരും. ആ കടലിൻ്റെ ആഴിയുടെ ഉള്ളിലേക്കാണ് ഈ പക്ഷി വരുന്നത്. വന്നിട്ടോ ഒരു മനുഷ്യന്റെ തലയുടെ രൂപത്തിലുള്ള ഒരു മാംസക്കഷ്ണം എനിക്ക് തരും. ഞാനങ്ങ് കഴിക്കുന്നതോടെ എൻ്റെ വിശപ്പകലുമെന്ന് മാത്രമല്ല, അതിൻ്റെ പവർ കൊണ്ട് എനിക്ക് പ്രായമാകുന്നില്ല, എനിക്ക് രോഗം വരുന്നില്ല, എനിക്ക് ക്ഷീണം വരുന്നില്ല. ഞാൻ എൻ്റെ റബ്ബിനെ ഏകനായി ഇബാദത്ത് ചെയ്ത് നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുകയാണ്. ആ ഉമ്മായുടെ ദുആ നോക്കൂ നിങ്ങൾ, ആ വാപ്പയുടെ ദുആ നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. മഹാനവർകളോട് ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കൂടെ താമസിക്കണോ അതോ കടലിൻ്റെ ആഴിയിലേക്ക് തന്നെ തിരിച്ചു പോവണോ? അവിടെ നിന്ന് പറയുന്നു, പിശാചിൻ്റെ സ്വാധീനം വരാത്തൊരിടത്ത് എൻ്റെ ഉമ്മ എനിക്ക് പ്രത്യേകമായി അല്ലാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങിത്തന്ന ആ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. ആ മഹാനെ അതാ അവിടെ തന്നെ കൊണ്ടുപോയി ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ഈ ഇരിക്കുന്ന പല ആളുകളും ഇന്ന് സാമ്പത്തിക പ്രയാസമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്, വിവാഹം റെഡിയാകാത്തവരുണ്ട്, പല ആവശ്യങ്ങളും കൽബിലുള്ളവരുണ്ട്. ദുആ ചെയ്യിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മുതലേതാണെന്നറിയോ?
അറിയോ? ഒന്നാമത് ഉമ്മയാണ്, രണ്ടാമത് വാപ്പയാണ്, അതിൻ്റെ ശേഷം മാത്രമേ ബാക്കിയൊക്കെ ഉള്ളൂ എന്നൊരു ബോധ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനുജന്മാർക്കും ജേട്ടന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാവണം. നമ്മളെ മാതാപിതാക്കൾ ദുആ ചെയ്താൽ ഖൈറ് ചോദിച്ചാൽ ഖൈറ് ലഭിക്കും, ഷർറ് ചോദിച്ചാൽ ഷർറ് ലഭിക്കും.